പ്രണയാഗ്നി ആൻ എറ്റേണൽ ലവ് ഭാഗം 29. കൊള്ളാം, ഈ ഒരു കാര്യം പറഞ്ഞ് മനുഷ്യനെ വെറുതെ തീ തീറ്റിച്ചു. മഹി അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന ഭാവത്തിൽ അവൾ അവനെ നോക്കി. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ? ആഹാ, ഒന്നും ചെയ്തില്ലായിരുന്നോ? നിന്റെ ഈ മുഖഭാവവും ചെയ്തികളും എല്ലാം കണ്ടിട്ട് അപ്പച്ചിക്ക് പേടിയായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഇനി കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ഗോകുലിനെ വിളിച്ചു. അപ്പോൾ അവനാണ് പറഞ്ഞത് ഇന്ന് നീ തലവേദനയാണെന്ന് പറഞ്ഞ് ക്ലാസ്സിൽ മുഴുവൻ നേരം കിടക്കുമായിരുന്നുവെന്ന്. പിന്നെ സമാധാനം ഉണ്ടായിരുന്നില്ല. ഇരുന്നിട്ട് ഇരിപ്പുറക്കാത്തത് കൊണ്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഓ, അപ്പോൾ ഒരാവശ്യം വന്നാൽ നേരത്തെ വരാനും അമ്പാട്ട് മഹാദേവൻ അറിയാം അല്ലേ? എടി എടി, നീ എന്നെ കളിയാക്കല്ലേ. കുന്തിരിക്കും എനിക്കിഷ്ടമാണ് എന്ന് കരുതി അതാരും മൂട്ടിലിട്ട് പുകയ്ക്കാറില്ല. മഹി അങ്ങനെ പറഞ്ഞതും അവൾ അവനെ അയ്യേ എന്ന രീതിയിൽ നോക്കി. ഞാൻ ഇറങ്ങുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എൻ്റെ പൊന്നും കൂടെ ആ വായ തുറന്നെന്ന് കാര്യം പറയണം. അല്ലെങ്കിൽ മനുഷ്യൻ വെറുതെ തീത്തുന്ന് ചാകും. അവൻ തമാശ കലർത്തിയാണ് പറഞ്ഞതെങ്കിലും അവൾ അവനെ കപടദേഷ്യത്തോടെ കൂർപ്പിച്ചു നോക്കി. പോട്ടെ. അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ച് അവൻ ഇറങ്ങി. വരാന്തയിൽ വരെ ചെന്ന് അവനെ പുഞ്ചിരിയോടെയാണ് അവൾ യാത്രയാക്കിയത്. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പച്ചി. ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുഖത്ത് ആ ഒരു വ്യത്യാസം വന്നത്. അല്ലാണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലിപ്പോൾ. അവൻ പോയി കഴിഞ്ഞതും വെറുതെ കാര്യങ്ങൾ പറഞ്ഞ് അപ്പച്ചിയെ കൂടെ അറിയിക്കണ്ട എന്ന് കരുതി അവൾ അങ്ങനെ ഒരു കള്ളം പറഞ്ഞു. എങ്കിൽ അത് നിനക്ക് പറഞ്ഞൂടെ എൻ്റെ ദേവൂട്ടി? ഇവിടെ ഇരിക്ക്, ഞാൻ പോയി കുറച്ച് ചുക്കുകാപ്പി ഇട്ടുകൊണ്ട് വരാം. തലവേദനയ്ക്ക് ആശ്വാസം കിട്ടും. അതൊന്നും വേണ്ട അപ്പച്ചി, കുറച്ചു നേരം ഒന്ന് കിടന്നാലെല്ലാം ശരിയാകും. അവൾ സോഫയിലിരിക്കുന്ന അപ്പച്ചിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. അവർ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് പാട്ട് പാടിക്കൊടുത്തു. അപ്പച്ചി പതിയെ ഒന്ന് മൂളി. അത് കേട്ട് അവൾ അങ്ങനെ കണ്ണടച്ച് കിടന്നു. ഉള്ളിലുണ്ടായിരുന്ന അരുതാത്ത ചിന്തകളും വിചാരങ്ങളുമെല്ലാം ഒരുവൻ വന്ന് എന്തോ മായാജാലം കാട്ടി അവളിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നു. ശരിയാണ്, മഹാദേവൻ. അവൻ എന്നും ദേവദുർഗയ്ക്കൊരു മായാജാലക്കാരൻ തന്നെയാണ്. തന്നിലെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം താൻ പോലും അറിയാതെ തന്നിൽ നിന്നും നീക്കിക്കളയുന്ന ശരിക്കുള്ളൊരു മായാജാലക്കാരൻ. അവൻ അങ്ങനെയാണ്. സ്വതവേ ഗൗരവമുള്ളവനാണെങ്കിലും അവളുടെ മുന്നിൽ അവൻ ഇടയ്ക്ക് കുട്ടിയാകും. ചിലപ്പോൾ അവളുടെ അമ്മയാകും, അച്ഛനാവും. അങ്ങനെ അവളുടെ ജീവിതത്തിൽ അവന് ഇന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും റോളുകളുണ്ട്. അപ്പച്ചിയുടെ മടിയിൽ അങ്ങനെ കിടക്കുമ്പോഴും അവളുടെ ചിന്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് അവനെക്കുറിച്ച് മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു നിസ്സാര കാര്യം കൊണ്ട് തൻ്റെ ഒരു ദിവസം മുഴുവൻ താൻ വെറുതെ വിഷമിച്ചു. പക്ഷേ മഹിയോടൊരല്പനേരം സംസാരിച്ചപ്പോൾ തന്നെ അവൻ തന്നിൽ നിന്നും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ തന്നെ എടുത്തു നീക്കി. അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ നറുപുഞ്ചിരി വിരിഞ്ഞു. അങ്ങനെ കിടന്ന് അവളുടെ കണ്ണുകൾ അപ്പച്ചിയുടെ പാട്ട് കേട്ട് പതിയെ എപ്പോഴോ അടഞ്ഞു പോയിരുന്നു. എടി, നിനക്കിന്നലെ വയ്യായിരുന്നല്ലോ, അതൊക്കെ മാറിയോ? ബസ് ഇറങ്ങി കോളേജിലേക്ക് നടക്കുന്ന വഴി സോന ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല, അതൊക്കെ മാറി. എന്നാൽ നിനക്ക് പെട്ടെന്ന് അങ്ങനെ വരാനും മാത്രം എന്താ കാരണം? അത്രയും നേരം സംസാരിച്ചിരുന്നിട്ട് പെട്ടെന്നൊരു തലവേദന വന്നതെന്താ? സോന അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു. എനിക്കറിയില്ല, പെട്ടെന്നിങ്ങനെ തലവേദന തോന്നി. ദേവു വായിൽ തോന്നിയൊരു ന്യായം പറഞ്ഞതും സോന അവളെ അതത്ര വിശ്വാസം വരാത്ത രീതിയിൽ നോക്കി. പക്ഷേ അത് കണ്ടില്ലെന്ന് നടിച്ച് രണ്ടുപേരും ക്ലാസ്സിലേക്ക് നടന്നു. എടി, ഇന്നലെ നമുക്ക് വന്ന പുതിയ ടീച്ചറില്ലേ ആരതി? നീ പുള്ളിക്കാരിയെ കണ്ടില്ലല്ലോ. നല്ല ഭംഗിയാണ്. അധികം പ്രായമൊന്നുമില്ല. കല്യാണവും കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. സോന വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ ദേവുവിനോട് വിശദീകരിക്കുകയാണ്. ഓ ശരി, ഇന്ന് ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ മിസ്സിനെ തന്നെയല്ലേ കാണാൻ പോകുന്നത്. ദേവു അവളെ പുച്ഛിച്ചു. രണ്ടുപേരും ഓരോന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ക്ലാസ്സിൽ ബെല്ലടിച്ചത്. ആദ്യത്തെ പീരീഡ് ആരതി മിസ്സാണെന്ന് തോന്നുന്നു. ടൈം ടേബിളിൽ ആൽബിൻ സാറിൻ്റെ പീരീഡാണ് ഇതെന്നാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആൽബിൻ സാറിന് പകരം ആരതി മിസ് വരുമല്ലോ, സോന പറഞ്ഞു. ദേവു അതിനൊന്ന് തലയാട്ടി. നീ എന്താ ഇങ്ങനെ ഔട്ട് ഓഫ് സോൺ ആയതുപോലെ ഇരിക്കുന്നത്? മന്ദിച്ചിരിക്കുന്നത് പോലെയുള്ള ദേവുവിൻ്റെ ഇരിപ്പ് കണ്ടതും സോന അവളുടെ തലയിലൊന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു. ദേവു അതിന് ഒന്നുമില്ല എന്ന രീതിയിൽ തലയനക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ദാ ആരതി മിസ് ക്ലാസ്സിലെത്തി. ക്ലാസ് എടുത്തു തുടങ്ങി കുറച്ചായപ്പോൾ അവരുടെ കണ്ണുകൾ ദേവുവിൻ്റെ നേരെ ഉടക്കി. ആദ്യം അലസമായി ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടതാണെങ്കിലും പിന്നീട് അവളുടെ നേർക്ക് തന്നെ ആരതിയുടെ കണ്ണുകൾ ഉടക്കി നിന്നു. തൻ്റെ നേർക്ക് നീളുന്ന ആരതിയുടെ കണ്ണുകൾ ദേവു ശ്രദ്ധിച്ചിരുന്നു. തൻ്റെ പേരെന്താണ്? പെട്ടെന്ന് ക്ലാസ് നിർത്തി അവളോട് ചോദിച്ചു. കുട്ടികളുടെ എല്ലാം നോട്ടം ദേവുവിൻ്റെ നേർക്കായി. അവൾ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു. ദേവദുർഗ മഹാദേവൻ, അവൾ ഉറപ്പോടെ പറഞ്ഞു. ആരതി അവളെ സംശയത്തോടെ നോക്കി. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി എന്ന് മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എങ്കിലും ദേവു പരിചയമില്ലാത്ത മട്ടിൽ അറിയില്ല എന്ന പോലെ ഇരുന്നു. ഇന്നലെ ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ? ആരതി മിസ് സംശയത്തോടെ അവളോട് ചോദിച്ചു. ഉണ്ടായിരുന്നു. തലവേദന ആയതുകൊണ്ട് ഞാൻ കിടക്കുമായിരുന്നു. അവൾ മറുപടി കൊടുത്തു. അവളെ വീണ്ടും ഒന്ന് നോക്കിക്കൊണ്ട് ആരതി ദേവുവിനോട് ഇരിക്കാൻ പറഞ്ഞു. ദേവു ഇരുന്നു. സാധാരണ പോലെ തന്നെ ക്ലാസ് മുന്നോട്ട് നീങ്ങി. ഇൻ്റർവെൽ ആയപ്പോൾ ക്യാൻറ്റീനിൽ പോയി ഗോകുലിനോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവു. ദേവദുർഗ, തന്നെ ആരതി മിസ് അന്വേഷിക്കുന്നുണ്ട്.
പെട്ടെന്ന് അവളെ അന്വേഷിച്ച് ക്ലാസ്സിലെ ഒരു കുട്ടി വന്നു. അവൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം എഴുന്നേറ്റു. മിസ് എവിടെയാണ്? മിസ് ലൈബ്രറിയുടെ സൈഡിലുള്ള ക്ലാസ് റൂമിലുണ്ട്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവൾ സോനയോടും ഗോകുലിനോടും പറഞ്ഞ് ടീച്ചറെ കാണാൻ അങ്ങോട്ട് നടന്നു. ക്ലാസ്സിൽ വെച്ച് പേരൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊരു വിളി പ്രതീക്ഷിച്ചതാണ്. നേരെ അനുവാദം വാങ്ങി അവൾ മുറിയിലേക്ക് കയറി. എന്താ ടീച്ചറെ കാണണമെന്ന് പറഞ്ഞത്? ദേവദുർഗ മാം, അവൾ തിരുത്തി കൊടുത്തു. നിനക്കെന്നെ മനസ്സിലായില്ലേ? അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ദേവു, ഞാൻ പറയട്ടെ, എനിക്കിങ്ങനെയുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല മാം. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എങ്കിലും ഞാൻ ഇറങ്ങട്ടെ. ആ സംസാരം ഇനിയും തുടരാതിരിക്കാൻ അവൾ വേഗം എഴുന്നേറ്റു. ആരതി അവൾ പറഞ്ഞതിന് മറുത്തൊന്നും പറയാനില്ലാത്തതുപോലെ ഇരുന്നു പോയി. പിന്നെ മാം, പഴയ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ വഴി അത് വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കാൻ ഇടവരുത്തരുത്. അതുകൂടി പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി. ക്ലാസ്സിൻ്റെ മുന്നിൽ തന്നെ സോന അവളുടെ വരവും കാത്തു നിൽക്കുന്നുണ്ട്. എന്താണ് ദേവൂട്ടി, മിസ് നിന്നെ മാത്രം കാണണമെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വിളിപ്പിച്ചത്? അതോ, ഇന്നലെ തലവേദനയാണെന്ന് പറഞ്ഞ് കിടന്നത് എന്താണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ദേവു പറഞ്ഞതും സോനയൊന്നും മൂളിക്കൊണ്ട് രണ്ടുപേരും ക്ലാസ്സിലേക്ക് കയറി. അന്നത്തെ ദിവസം മുഴുവൻ ആരതി വല്ലാത്ത വിഷമത്തിലായിരുന്നു. ഒരിക്കലെങ്കിലും ഇനി ദേവുവിനെ കാണാൻ സാധിക്കുമെന്ന് കരുതിയതല്ല. പക്ഷേ ഇന്ന് അവളെ കണ്ടിട്ടും ഒരു പരിചയമില്ലാത്തതുപോലെ അവൾ സംസാരിച്ചത് അവളെ വേദനിപ്പിച്ചു. തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ ആരതിയുടെ മനസ്സിൽ മുഴുവൻ ദേവു പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പഴയ കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംസാരങ്ങൾ വഴി അത് വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കാൻ ഇടവരുത്തരുത്. ആരതിയുടെ കാതുകളിൽ വീണ്ടും ദേവു പറഞ്ഞ കാര്യങ്ങൾ മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോന്നാലോചിച്ച് നടന്ന് അവൾ വീട്ടിലേക്കെത്തി. വീട്ടിൽ അമ്മ മാത്രമാണുള്ളത്. ബാഗ് വെച്ച് അവൾ കുളിച്ചു കഴിഞ്ഞ് അമ്മയുടെ അടുത്തേക്കെത്തി. എന്താ ആരു മുഖമല്ലാതിരിക്കണേ? ഇന്നലെ തിരികെ വന്നപ്പോൾ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ. അവളുടെ മുഖം കണ്ട് അമ്മ കാര്യം തിരക്കി. ഉമ്മറക്കോലായിൽ ഇരുന്നിരുന്ന അമ്മയുടെ മടിയിലേക്ക് അവൾ തലവെച്ച് കിടന്നു. ഞാനിന്ന് നമ്മുടെ ദേവൂട്ടിയെ കണ്ടു. ദേവൂട്ടിയോ? ഏത് ദേവൂട്ടി? അമ്മ വേഗം തന്നെ തിരികെ ചോദിച്ചു. ഇത്ര വേഗം അമ്മ അവളെ മറന്നോ? അമ്മ, നമ്മുടെ സ്വന്തം ദേവൂട്ടി. നമ്മുടെ ദേവൂട്ടിയെ നീ കണ്ടോ? എവിടെ വെച്ച്? എങ്ങനെ കണ്ടു? എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? അവളുടെ അമ്മ കാര്യം മനസ്സിലാക്കിയതും അടിക്കടി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒന്നും പറഞ്ഞില്ലമ്മ. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ അവളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുവാണ്. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ തന്നെയാണ്. ആണോ? എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ലേ? അമ്മ ആകാംക്ഷയോടെ വീണ്ടും വീണ്ടും ചോദിച്ചു. അമ്മ എന്തിനാ ഇത്ര ആകാംക്ഷയോടെ ചോദിക്കുന്നത്? അവളോട് നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം അമ്മ മറന്നുപോയോ? ആരതി വേദനയോടെ ചോദിച്ചു. ആ ഒരു ചോദ്യത്തിൽ നിമിഷനേരം കൊണ്ട് അമ്മ നിശബ്ദമായി. അവൾ എന്നോട് പഴയ കാര്യങ്ങളൊന്നും ഓർമ്മിപ്പിക്കരുതെന്ന് പറഞ്ഞു. മാത്രമല്ല, എന്നെ കണ്ടുപരിചയം പോലും ഉള്ളതായിട്ട് അവൾ ഭാവിച്ചില്ല. ആരതിയുടെ ശബ്ദത്തിൽ അത് പറയുമ്പോൾ വേദനയായിരുന്നു. എങ്കിലും എനിക്ക് കുഴപ്പമില്ലമ്മേ. കാരണം അവളോട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാം ഇങ്ങനെ തന്നെ വേണം തിരികെ കിട്ടാൻ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും നമ്മളും അവൾക്കുള്ള അവസ്ഥയിൽ പങ്കുള്ളവരായിരുന്നു. അവളുടെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിലും അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷേ എന്തോ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തട്ടിയത്. അവളുടെ കണ്ണുകൾ അത് പറഞ്ഞപ്പോഴേക്കും നിറഞ്ഞു വന്നിരുന്നു. നമ്മുടെ പണ്ടത്തെ തൊട്ടാവാടിയെ പോലെ ഇരുന്നിരുന്ന ദേവൂട്ടി അല്ലിപ്പോൾ. ശരിക്കും സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട് അവളിപ്പോൾ. പഴയ കുട്ടിയുടെ മുഖസാദൃശ്യം മാത്രമേ ഉള്ളൂ. ആളാകെ മാറിപ്പോയി. ആരതി അവളെക്കുറിച്ച് വാതോരാതെ സംസാരിച്ചു. അമ്മയുടെ ഉള്ളിൽ വിഷമമാണെങ്കിലും അമ്മ അവളെ കേട്ടിരുന്നു. അമ്മയ്ക്കറിയാം ആരതിക്ക് ദേവൂട്ടി എന്ന് വെച്ചാൽ അവളുടെ സ്വന്തം അനിയത്തിയെ പോലെ തന്നെയായിരുന്നു. പെട്ടെന്ന് ആരും അല്ലാതെ ആയിപ്പോയ വിഷമം അവളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാവും പെട്ടെന്ന് അവളെ കണ്ട് ദേവൂട്ടി അങ്ങനെ സംസാരിച്ചപ്പോൾ ആരതിക്ക് ആകെ വിഷമം തോന്നിയത്. അങ്ങനെ അമ്മയുടെ മടിയിൽ കിടന്നത് പറയുമ്പോൾ അവളുടെ സങ്കടം ഒരു പരിധിവരെ കുറയുന്നുണ്ടായിരുന്നു. ദേവദുർഗ. അവൻ്റെ ചുണ്ടുകൾ അവളുടെ പേര് മൊഴിഞ്ഞു. അവളുടെ പേര് പറയുമ്പോൾ അവൻ്റെ കടപ്പല്ല് ഞെരിഞ്ഞു. നിന്നെ ഞാൻ സ്നേഹിച്ചു, ആത്മാർത്ഥമായിട്ട്. അതിന് നീ എനിക്ക് തന്ന കൂലി അപമാനമാണ്. അതിന് മാപ്പില്ല. നിന്നെ ഞാൻ വേദനിപ്പിക്കും, ഒരുപാട് വേദനിക്കും. നീ മാത്രമല്ല, അവനും മഹാദേവനും. രണ്ടിനെയും കൊല്ലാതെ കൊല്ലും ഞാൻ. അവൻ മദ്യം വായിലേക്ക് കമിഴ്ത്തി. വായിൽ മദ്യം നിറഞ്ഞ് അത് തലയ്ക്ക് മത്താകുമ്പോഴും അവൻ്റെ ചിന്തയിൽ അവളായിരുന്നു. അവളോടുള്ള പകയായിരുന്നു. മദ്യലഹരിയിലായിരുന്നുവെങ്കിലും അവൻ ഒരു പരിധിവരെയായിരുന്നു കുടിച്ചിരുന്നത്. എന്തായി ഇന്ന്? മുറിയിലേക്ക് കയറിയപ്പോൾ തന്നെ മഹി അവളോട് ചോദിച്ചു. എന്താവാൻ? പ്രതീക്ഷിച്ചതുപോലെ തന്നെ. ഇന്നെന്നെ വിളിച്ചിരുന്നു സംസാരിക്കാൻ വേണ്ടി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനെന്ത് പറയാനാണ് മഹിയേട്ടാ? ഇനിയും എന്നെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കരുതെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇല്ലാത്ത ഗൗരവം മുഖത്ത് വരുത്തി തീർത്തതുപോലെയാണ് അവളുടെ സംസാരം. ശരി ശരി. അവളുടെ ഗൗരവത്തോടെയുള്ള സംസാരത്തിന് മഹി അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു. തുടരും.
അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ. ബൈ.